ഹായ് ഹലോ എല്ലാവർക്കും കുട്ടി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എൻ്റെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കൽ കഴിഞ്ഞു, തിയറി കഴിഞ്ഞു. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാറിൻ്റെ പ്രാക്ടിക്കൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം പഠിച്ചിട്ട് പറഞ്ഞു തരാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നോക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളും പ്രാക്ടിക്കൽ ബുക്ക് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ ആദ്യം നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കണം കേട്ടോ. ഒരു 6 മന്ത്സ് കഴിയുമ്പോൾ, നിങ്ങൾ UK വന്ന് 6 മന്ത്സ് കഴിയുമ്പോൾ പ്രൊഫഷണൽ ലൈസൻസ് ബുക്ക് ചെയ്യുക. അതിന് ശേഷം പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിയതിന് ശേഷം നമ്മുടെ തിയറി കംപ്ലീറ്റ് ആക്കുക. തിയറി ക്രാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് വെബ്സൈറ്റിലേക്ക് നേരെ പോകുമ്പോൾ കാർ ടെസ്റ്റ് എന്നോ അല്ലെങ്കിൽ ബുക്ക് യുവർ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കടന്നു വരും. അപ്പം ഡീറ്റെയിൽസ് വായിച്ച് നോക്കി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവാം. ഇല്ലെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഇത് റോക്കറ്റ് സയൻസ് പരിപാടിയൊന്നുമല്ല. നമ്മൾ സ്റ്റാർട്ട് നോട് കൊടുക്കുമ്പോൾ ഏത് ടൈപ്പ് വണ്ടിക്കാണ് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കേണ്ടതെന്നുള്ളത് അവർ ചോദിക്കും. ഞാനിപ്പോൾ കാറിനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരേ ടാബിലാണ് വരുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് അരിയത്ത് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ബാങ്കിൻ്റെ കാർഡ് കയ്യിലുണ്ടാവണം. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ചോദിക്കും. ഇത് നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസിൽ 5th പോയിൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ട്. ഏതെങ്കിലും കോർട്ട് ആക്ഷൻ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടോ ടെസ്റ്റിനോ, അല്ലെങ്കിൽ കാറിൻ്റെ ടെസ്റ്റ് എടുക്കുന്നതിന് മുന്നായിട്ട് എന്തെങ്കിലും. ആദ്യമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ടോ. ഏതെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് യെസ് എന്ന് കൊടുത്ത് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആക്കേണ്ടി വരും. എന്ത് റിക്വയർമെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള പോലെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് ഏത് ദിവസമാണ് നമുക്ക് തിയറി വേണ്ടത്, പ്രാക്ടിക്കൽ വേണ്ടത് എന്നുള്ള ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള, അതായത് പ്രാക്ടിക്കൽ ഒരു ഇൻസ്ട്രക്ടറുടെ കൂടെ പോയിരുന്ന് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് പഠിച്ചതിന് ശേഷം മാത്രം പ്രാക്ടിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു ടൈം ഗ്യാപ്പ്, അതിനുള്ളൊരു ടൈം പീരീഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇച്ചിരി ഒരു മാസമോ ഒക്കെ കഴിഞ്ഞിട്ട് തിയറി ഡേറ്റ്, തിയറി അല്ലല്ലോ, നമ്മൾ പ്രാക്ടിക്കലല്ലേ പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ അങ്ങനെ ക്ലാസ് എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാനാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്, എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒരു 10 ക്ലാസ്സോ അല്ലെങ്കിൽ അത്യാവശ്യം ഓടിക്കാൻ അറിയുന്നവരാണെങ്കിൽ UK ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ ഒരു 4-5 ക്ലാസ് എടുക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നമുക്കപ്പോൾ ടെസ്റ്റ് ഡേറ്റ് എടുക്കുന്നതിന് അവിടെ തന്നെ അവരൊരു കലണ്ടറിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കലണ്ടർ വരും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഡേറ്റ് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാം. ഞാൻ ഒരു 10-11 ക്ലാസ് എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ബുക്ക് ചെയ്യാം എന്നാണ് എൻ്റെ മൈൻഡ്. അങ്ങനെ എനിക്ക് പ്രിഫർ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാം. നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഞാനൊരു കറക്കി കുത്തിയൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് അടുത്തത് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഇൻസ്ട്രക്ടറുടെ റെഫറൻസ് നമ്പറാണ്. എല്ലാവർക്കും അത് കൊടുക്കണമെന്നില്ല. ചില ഇൻസ്ട്രക്ടേഴ്സ് വേണ്ടെന്നാണ് പറയാറ്. അതിൻ്റെ റീസൺ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏത് പരിസരത്താണ് ടെസ്റ്റ് എടുക്കേണ്ടത്, ഏത് സ്ഥലത്താണ് ടെസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഞാൻ പ്രസ്റ്റണിലാണ് എനിക്ക് കുറച്ചും കൂടെ അറിയുന്ന റൂട്ടുകളുള്ളത്. അപ്പോൾ ഞാൻ പ്രസ്റ്റണിൽ എടുക്കാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റ് കോഡ് കൊടുത്താൽ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ബേസിൽ അടുത്തുള്ള ടെസ്റ്റ് സെൻറ്ററൊക്കെ അവർ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ഇതിൽ നമുക്ക് ഏത് ഇത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി സെലക്ഷന് ശേഷം നിങ്ങളുടെ മൈൻഡ് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളതിന് പാനിക് ആവണ്ട. ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത് പ്രസ്റ്റൺ ആണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ റൂട്ടാണ് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രസ്റ്റൺ ചൂസ് ചെയ്തിട്ട് അവിടുത്തെ ടെസ്റ്റിൽ ഏതെങ്കിലും സെൻറ്ററുകളാണ് ഞാൻ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസിൽ കുറേ സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേ പ്ലേസ് അടുത്തുള്ള ടെസ്റ്റ് സെൻറ്ററിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ലിസ്റ്റ് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൽ നിന്ന് പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഏത് സ്ഥലം വേണമെന്ന് ചൂസ് ചെയ്യാം. അങ്ങനെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകളാണ് ഈ കാണുന്നത്. ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി ബുക്ക്ഡ് ആണ്, നമുക്കത് എടുക്കാൻ പറ്റില്ല. Monday to Friday 62 pounds-ഉം സാറ്റർഡേ സൺഡേ എടുക്കുന്നതിന് കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ ഞാൻ റാൻഡംലി ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു. അതിന് ശേഷം നമുക്ക്
ഏത് ടൈമിൽ വേണം എന്നുള്ളത് ടൈം സ്ലോട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഇപ്പോൾ രാവിലെ ഒത്തിരി നേരത്തെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. രാവിലത്തെ സ്ലോട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വർക്കിംഗ് ടൈമിൽ റോഡ് ഇച്ചിരി ബിസി ആയിരിക്കും ഒരു 9 മണി ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ ടൈം ചൂസ് ചെയ്യുക. ഞാൻ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഏഞ്ചൽ നമ്പറായി 11 തന്നെ എടുക്കാൻ വിചാരിക്കുകയാണ്. ലക്ക് ഇത്തവണ കൂടെ ഉണ്ടാവും എന്നുള്ളതറിയാം. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്താലും നമുക്ക് എക്സാം എന്നൊരു സംഭവം കേൾക്കുമ്പോൾ ഞാൻ ഇച്ചിരി പാനിക് ആവാറുണ്ട്. മേ ബി എത്രത്തോളം എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്കും ലക്കും കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോവുള്ളൂ. നമുക്ക് ഇത്തവണ എനിക്ക് ഭാഗ്യമുണ്ടോ എന്നുള്ളത് നോക്കാം. അതുകൊണ്ട് ഏഞ്ചൽ നമ്പർ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കണ്ടിന്യൂ കൊടുത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. അപ്പോൾ ഇതിലൊരു വാർണിംഗ് വരുന്നുണ്ട്. നിങ്ങൾ ഈ ഡേറ്റ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം 15 മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക, ഇല്ലെങ്കിൽ ആ സ്ലോട്ട് വേറൊരാൾക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്കൊരു വാർണിംഗ് തരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. ഫുൾ നെയിം, അഡ്രസ്സ്, പോസ്റ്റ് കോഡ്, നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഇമെയിൽ, അതുപോലെ ഫോൺ നമ്പർ. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മളിനി പോകുന്നത് പേയ്മെൻറ്റിലോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. പാസ്പോർട്ടിലുള്ളതോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈസൻസിലുള്ള ഡീറ്റെയിൽസ് കൊടുക്കുമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പ്രൊഫഷണൽ ലൈസൻസിലും പാസ്പോർട്ടിലും സെയിം ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷനിൽ പ്രശ്നം വരും. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ബാങ്കിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിൽ നിന്ന് ഈ എമൗണ്ട് ഡിഡക്റ്റ് ആയി പോയിക്കോളും. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. എക്സ്പയറി, കാർഡിലുള്ള CVC നമ്പറോ അങ്ങനെ ആ സംഭവമൊക്കെ കൊടുക്കുക. സീക്രട്ട് നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിൽ നിന്ന് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് ഡിഡക്റ്റായി പോയിക്കോളും. നമുക്ക് അതിനുള്ള കൺഫർമേഷനും ഉടനെ വരും. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടക്കമുള്ള പേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇപ്പം എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താം, ഇല്ലെങ്കിൽ ശേഷം നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറും ബുക്കിംഗ് നമ്പറും കൊടുത്തിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ബാങ്ക് ഇപ്പോൾ പ്രോസസ്സിങ് ആവുകയാണ്. അതിനുശേഷം നമുക്ക് ബുക്കിംഗ് സ്ലോട്ട് കിട്ടും. അതിനുള്ള റിസീപ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള റെഫറൻസ് നമ്പർ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഈ റെഫറൻസ് നമ്പറും ഉണ്ടെങ്കിൽ നമുക്കിനി ഡേറ്റ് മാറ്റണമെങ്കിലോ ടെസ്റ്റ് സെൻറ്റർ മാറ്റണമെങ്കിലോ നമുക്കത് ചെയ്യാം. അപ്പോൾ കിട്ടിയ റെസിപ്റ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാർ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇതിന് ശേഷം ഒരു സർവേ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ചുമ്മാ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാനത്, അവരും ഹാപ്പി ആവട്ടെ, എൻ്റെ സമയവും പോട്ടെ എന്നുള്ള രീതിക്ക് ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടെസ്റ്റ് കമ്മിങ്. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാം. ബൈ. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.